ഹലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. തൊട്ട് മുമ്പ് ഇട്ടിരുന്നത് ലാസ്റ്റ് വീക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ആയിരുന്നു. ഇന്ന് നമ്മളൊരു ഹോൾസെയിൽ കട, കോസ്കോ എന്ന് പറഞ്ഞിട്ടൊരു ഹോൾസെയിൽ കടയിലേക്കാണ് പോണേ. അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഷെബിനും അവൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോണേ. വിവേക് അവിടെ എത്തിക്കോളും, സോണി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണേ. കൂട്ടത്തിൽ കാനഡയിൽ ബസ്സും ട്രാൻസ്പോർട്ടും കാര്യങ്ങളും, ഇവിടുത്തെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലവും, ഇപ്പോൾ ഫോളൊക്കെ കഴിഞ്ഞിട്ട് വിൻ്ററിലേക്ക് കടക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കലർത്തി എൻ്റെ കുറച്ച് സ്റ്റോറീസും അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കലർത്തിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അത് കാണാം. ഓക്കെ, വെൽക്കം, അല്ലെങ്കിൽ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനും ഷെബിനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സോണിമ്യ, പിന്നെ ഷെബിൻ്റെ ഒരു ഫ്രണ്ട് വിവേക് കുറച്ച് കഴിയുമ്പോൾ എത്തും. ഞങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2012 തൊട്ട് ഒരുമിച്ചുള്ളവരാണ്. ഒരു 10-15 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം പിന്നെ കാണാൻ സാധിച്ചത് ഇവിടെ കാനഡ വന്ന് 7-8 കൊല്ലം കാണാതെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് വീടും ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കോസ്കോ എന്ന് പറഞ്ഞ ഒരു ഹോൾസെയിൽ സ്റ്റോറിലേക്കാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ ഈ കോസ്കോ എന്ന് പറയുന്ന ഒരു കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ അവിടെ വന്നിട്ട് കുറച്ച് വില കുറവിന് ഒത്തിരി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട് ബസ് സ്റ്റോപ്പ്. ആദ്യം ഞങ്ങൾ ഒരുപാട് നടന്നു പോയത്, വർത്താനം പറഞ്ഞ് ഞങ്ങൾ നടന്നു പോയി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഞങ്ങൾ പോയത്. പിന്നെയാണ് ഷെബിൻ പറഞ്ഞത്, ഹലോ നിങ്ങൾ തിരിച്ചു വരൂ, ബസ് സ്റ്റോപ്പ് ലെഫ്റ്റിലാണ്. അങ്ങനെ പണ്ട് തൊട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. എനിവേസ്, പോകെ പോകെ ഞാൻ എല്ലാം പറയാം. ഇതാണ് നമ്മുടെ ബസ്. ഇതിന് മൈവേ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഇതൊരു വലിയ ബസ്സാട്ടോ, ഭയങ്കര രസം അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ. ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പ്രൈഡിലാണ് അവർ അതിൻ്റെ ഉള്ളിലിരുന്ന് വണ്ടി ഓടിക്കുക. ഒരുപാട് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നുണ്ട്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അവർ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ അങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മൾ പൈസ കൊടുക്കുന്നത് നമ്മൾ കാർഡ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ലൈനായി കയറി ഇരുന്ന് പൈസ എല്ലാം ടാപ്പ് ചെയ്ത് ക്ഷമയോടുകൂടി എല്ലാവരും ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ബസ് അടച്ചിട്ടേ ബസ് മെല്ലെ എടുക്കുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അങ്ങ് എടുത്ത് നമ്മൾ കണ്ടക്ടറിൻ്റെ പരിപാടി, കിളിയുടെ പരിപാടി, ഇതൊന്നും ഈ ഒരു ബസ്സിനകത്തില്ല. ഒരു 20 മിനിറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ബസ്സിലിരിക്കാൻ. അങ്ങനെ നമ്മൾ എത്തി. നമ്മൾ കോസ്കോയുടെ പരിസരമാണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ? എന്നെ എങ്ങനെ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ തല ഞാൻ തല്ലിപ്പൊളിക്കുന്നു പറഞ്ഞിട്ടാണ് സോണിമ ആദ്യം വന്നത്. പക്ഷെ മെല്ലെ ഞാനത് ഓക്കെ ആക്കി എടുത്തു. ഇതാണ് നമ്മൾ കാത്തിരുന്ന് അവസാനം നമ്മളെത്തി കോസ്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഹാപ്പി പ്ലേസ് ആട്ടോ. അത് ഈ തിരക്ക് കണ്ടാലേ മനസ്സിലാവും. ബാക്കിയുള്ള കടകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും, അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ ബാംഗ്ലൂരിൽ ഡിമാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഒരു ഷോപ്പാണ്, സ്റ്റോറാണ്. അവിടെ ഇതുപോലെ ഒരുപാട് വില കുറവിന് ഇങ്ങനെ ടപ്പെന്ന് ഇങ്ങനെ ആളുകളിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ബാംഗ്ലൂരിൻ്റെ ഡിമാർട്ടാണ് കാനഡയിലെ കോസ്കോ. അപ്പോൾ ഇവിടെ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട്. അപ്പോൾ അത് ആദ്യമേ ഫസ്റ്റ് ഡേ നമ്മൾ വന്നിട്ട് അവർ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തൊരു കാർഡാക്കി തരും. എന്നിട്ട് നമ്മൾ ആ കാർഡ് വെച്ച് നേരെ വരുന്നു, നമ്മൾ ടാപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഷെബിൻ മാത്രമാണ് ടാപ്പ് ചെയ്തത്. ഷെബിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് കയറി. അത് അങ്ങനെ എല്ലാവരും ടാപ്പ് ചെയ്യണമെന്നില്ല. ഒരുമിച്ചൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ടാപ്പ് ചെയ്താൽ മതി. ഇനി ഉടനെ തന്നെ ഷെബിൻ ഞങ്ങളുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇലക്ട്രോണിക് സെക്ഷനിലേക്ക് പോവാണ്, ഗാഡ്ജറ്റ്സിൻ്റെ സെക്ഷനിലേക്ക്. ഞങ്ങളുടെ യാത്ര തുടങ്ങാം. ഇതിൻ്റെ ഉള്ളിലെല്ലാം എന്താ പറയുക, ഭയങ്കര ബൾക്കായിട്ടൊക്കെ ഇട്ടാൽ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം നല്ല ബൾക്കായിട്ടൊക്കെ ഇട്ടാൽ. ഇനി അതൊക്കെ പോരാഞ്ഞിട്ട് അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അയൽ എന്ന് പറയുന്നത് ഓരോ ട്രാക്ക്, ഓരോ കൗണ്ടർ നമ്മൾ അയൽ എന്നാണ് പറയാം. അതിൻ്റെ ഓരോന്നിൻ്റെയും സൈഡിലായിട്ട് ഒരു ചെറിയൊരു കൗണ്ടർ പോലെ ഉണ്ടാവും. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ഫുഡ് ഇങ്ങനെ സാമ്പിൾ തരും നമുക്ക്. അപ്പോൾ നമുക്ക് വേഗം ചെന്ന് അതങ്ങ് ടേസ്റ്റ് ചെയ്ത് തിന്നാം.
നമുക്ക് ആദ്യം ചെറിയൊരു ചമ്മലൊക്കെ ആയിരുന്നു, പക്ഷേ ഇവിടെ ആളുകൾക്ക് ഒരു ചമ്മലോ നാണക്കേടോ ഒന്നുമില്ല. കാരണം നമുക്ക് തിന്നാനാണല്ലോ അവരും അത് വെച്ചേക്കണത്. ഇതിൻ്റെ വില എത്രയടി? ഇതിൻ്റെ വില 1349. അതെങ്ങനെയാ കൂടുതൽ പീസസ് ആണ് ഇതിന് 1499, $15. അല്ല, അത് ആൽമണ്ടിൻ്റെ വിലയാണ്. ആൽമണ്ട് കാണാനില്ലല്ലോ. അപ്പുറത്തെ കാണാണ് ഇതായിരിക്കും. ഇതിനെത്രയാ? ഹോൾ സാധാ ആൽമണ്ട്. ഇത് എത്ര എന്തോരം ഉണ്ട് നോക്കട്ടെ കേട്ടോ. 1.5 കിലോ 1.3 13. എല്ലാ കടകളിലെയും വിലകൾ അത്യാവശ്യം സോണിമിക്ക് കാണാപ്പാടായിരുന്നു. അതുകൊണ്ട് കോസ്കോയിലെ ആൽമണ്ടും വാൾനട്ടൊക്കെ പെറുക്കിയെടുക്കാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. കാരണം അത്യാവശ്യം വില കുറവിനാണ് സംഭവങ്ങൾ കിട്ടണത്. പിന്നെ വെളിച്ചെണ്ണ എന്തൊക്കെ വന്നാലും ഞങ്ങൾ കോസ്കോന്നേ വാങ്ങുള്ളൂ. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ ചെറിയ ഡബയ്ക്ക് ഭയങ്കര വിലയും ഇവിടെ വലിയൊരു 2.5 കിലോൻ്റെ സംഭവത്തിന് വളരെ തുച്ഛമായ വിലയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 2 മാസമൊന്നും സത്യം പറഞ്ഞാൽ വെളിച്ചെണ്ണ വാങ്ങിയേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കോസ്കോയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. കോസ്കോയിൽ വന്ന് ഞങ്ങളത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്തുട്ടാ തിരക്കെന്ന് നോക്കി. ഇത് ബില്ലടിക്കാൻ മാത്രമുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇനി അടുത്തൊരു സംഭവം, നെയ്യ്. എൻ്റെ ദൈവമേ, മറ്റേ ബാംഗ്ലൂരൊക്കെ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആകുമ്പോൾ എന്തോരം നെയ്യ് കഴിച്ചിരുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് നെയ്ക്ക് ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഇവിടെ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബട്ടറൊക്കെ ഭയങ്കര ഓഫറിന് വരും ബട്ടർ. എന്നിട്ട് ആ ബട്ടർ എടുത്തിട്ട് അവർ ഉരുക്കി നെയ്യാക്കിയിട്ട് ഡബയിലാക്കി അതാണ് അവർ യൂസ് ചെയ്യണത്. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഫുഡ് അറിയാമല്ലോ, ഒരു ലോഡ് മുട്ട, കുറേ വെജീസ്, പിന്നെ കുറേ ഫിഷ്, നോൺ വെജ് ആണ് മെയിൻ. നോൺ വെജ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ കിടന്ന് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. കാരണം വെറൈറ്റി രീതിയിലുള്ളതാണ് നോൺ വെജുകൾ. അതിൻ്റെ ഓരോ പാർട്ടുകൾ വെച്ചേക്കണം, ഓരോ കട്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തേക്കണ രീതി കാണാനും. വെച്ചാൽ നമുക്ക് ചെന്നിട്ട് അതങ്ങ് പെറുക്കിയെടുക്കാൻ തോന്നും. അത്രയും ഭയങ്കര ഭംഗിയിലാണ് എല്ലാം ഇങ്ങനെ വെച്ചേക്കണേ. ഓക്കെ, ഈ ഡ്രിങ്ക് അവർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. ആഹാ, ഇതെന്തുവാ? വാട്ട് ഈസ് എനർജി ഡ്രിങ്ക്? വി ക്യാൻ ഹാവ് ഇറ്റ്. എടുക്കടേ. എന്താ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. ഡ്രിങ്ക് ഭയങ്കര എനർജി കൂട്ടാം. ചതയായിരിക്കും ചിലപ്പോൾ. ഒത്തിരി ഒഴിച്ചു തരാം. കോഫി സിറപ്പിൻ്റെ രുചിയാ. ഹലോ, ഇത് കഫ് സിറപ്പല്ല, ഇങ്ങനെ കുടിക്കാൻ ജ്യൂസായിരുന്നു. എൻ്റെ മാതാവേ, ഈശ്വര, ഇത് എത്ര എണ്ണാന്ന്? 30 എണ്ണം. 30 ടിഷ്യൂ പേപ്പറിൽ കുളിക്കുക. ഇതിന് വില കുറവാണ്. ഭംഗിയുണ്ടെന്നാ ടോയ്ലറ്റ് ടിഷ്യൂ സുന്ദരിയാണ്. എടി പൊങ്ങണില്ലാട്ട. എനിക്ക് ഉന്തുവണ്ടി നല്ല ഇഷ്ടമായിട്ടാ. നല്ല ഉണ്ടല്ലേ, ഇപ്പോഴും സൗകര്യം. ഏറ്റവും ചെറുതൊക്കെ എടുത്തോളാൻ പറഞ്ഞ ആളാ. കാത്തു നിറഞ്ഞ സ്ഥലമില്ല. ഇതിവിടുത്തെ അടുത്തൊരു ഹൈലൈറ്റ് സംഭവമാട്ടാ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒരു ഫുൾ ചിക്കൻ വാങ്ങുന്നതിൻ്റെ പകുതി വിലയ്ക്ക് അവരത് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹെൽത്തിയുമാണ്, നല്ല ലാഭമാണ്. ഒരു ചിക്കൻ വാങ്ങുന്നതിനൊക്കെ 2 എണ്ണം വാങ്ങാം. എന്നിട്ട് മെല്ലെ അത് നമുക്ക് റാപ്സൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി ചുമ്മാ പച്ചക്കറി അതിനകത്ത് അരിഞ്ഞിട്ട് ബോയിൽ ചെയ്ത് അങ്ങനെയും തിന്നാം. അങ്ങനെ ഞങ്ങൾ ഒരു പാക്കറ്റ് എടുത്തിരുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 3-4 ദിവസം സംഭവം ഓടി. ഒരെണ്ണം എടുക്കണതിന് പകരം 2 എണ്ണം എടുത്താലോ എന്ന ചോദ്യത്തിന് സോണി പറഞ്ഞു, വല്ലാണ്ടങ്ങ് മടുത്തു പോവില്ലേ, തൽക്കാലം 1 എണ്ണം എടുത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നോൺ വെജ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്നു. ഇതെനിക്ക് തോന്നുന്നു പോർക്കാണെന്ന് തോന്നുന്നു. അതെ, പോർക്കിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ വെറൈറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പല രീതിയിലാണ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കണത്. ചിലത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈവൺ എന്തിനു പറയണു, ലിവർ, ബെല്ലി ഫാറ്റ് ഉള്ളത്, ബെല്ലി ഫാറ്റ് ഇല്ലാത്തത്, ആ പാർട്ട് ഈ പാർട്ട്, അങ്ങനെ പല പല പാർട്ടുകൾ. ഒന്നും മിണ്ടണ്ട, അങ്ങനെ വെച്ചിട്ട് പോരാ. അവിടുത്തെ ബേക്കറിക്കാർ ചെയ്തോളൂ. പണ്ട് അപ്പച്ചൻ ലിബിയെന്ന് കുബ്സ കൊണ്ടുവന്ന ഓർമ്മയിൽ കുബ്സ എടുത്ത് പൊക്കിയതാ, പാക്കറ്റ് അങ്ങ് പൊട്ടിപ്പോയി. പേടിച്ചു പോയി. നല്ല നൈസായിട്ട് ഞങ്ങളത് അവിടെ തന്നെ വെച്ചങ്ങ് ഓടി.
ഇനി ഈ ഒരു സംഭവം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കേക്ക്സ് ഉണ്ട്. പേസ്ട്രി കേക്ക്സ്, തിരാമിസു കേക്ക്, കപ്പ് കേക്ക്, ആ കേക്ക്, ഈ കേക്ക്, പല പല കേക്ക്, ഈ ഐസിങ് കേക്ക്സ്, ചീസ് കേക്ക്, ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ വന്നിട്ട് സിമ്പിളായിട്ട് വന്നിട്ട് 1, 2, 3 ഒക്കെ പെറുക്കിക്കൊണ്ട് പോകും. എനിക്ക് തോന്നണു ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കാനാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല, കാരണം ഒരെണ്ണം മുഴുവൻ വാങ്ങിക്കഴിഞ്ഞ് അതിനാണെങ്കിൽ എക്സ്പയറി ഡേറ്റോ 2 ദിവസം 1 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളത് വാങ്ങിയില്ല. വാങ്ങിയിട്ട് ഇത് മുഴുവൻ ആര് തിന്നും? ഞാൻ എല്ലാവരും ഇടിച്ച് താഴെ ഇടുന്നു തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ കയറിയേക്കണത് അവിടുത്തെ പച്ചക്കറി സെക്ഷനാട്ടാ. നല്ല രസമുണ്ടായിരുന്നു. അവർ ബീൻസും ബ്ലാക്ക്ബെറി, ബ്ലൂബെറി കാര്യങ്ങളെല്ലാം വെച്ചേക്കണ കാണാൻ, അനാറും എല്ലാം. നല്ല മഷ്റൂം അല്ലേ, എന്തൊരു ഭംഗിയാ കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഇത് തന്നെയാണല്ലോ അല്ലേ? സെയിം രുചിയല്ലേ, ഉറപ്പല്ലേ? സെയിം രുചിയാ. മിക്സ് ആൻഡ് മാച്ച് മഫിൻസ്, പിക്ക് എനി 2 പാക്കറ്റ്. ഇത് ആൽമണ്ട് പോപ്പി സീഡ്, ഇത് ബ്ലൂബെറി മഫിൻ, അച്ചാറുണ്ട്, ചല്ലാസ് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ചോക്ലേറ്റ് ഇല്ല. കണ്ണു കൊണ്ടു. അല്ല, ചോക്ലേറ്റ് ചിപ്സും ഉള്ളതുണ്ട്. അതാ നല്ലത്. ഇതുവരെ കഴിച്ചില്ല. എന്തുവാ അതൊക്കെ? എന്തുവാടേ വായിക്കണമെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ക്രീം, എന്തോ ടൈപ്പ് ഓഫ് ക്രീം ഫിൽഡ് ആണ്. ആൽമണ്ട് ഈ സാധനം ഫിൽഡ് എന്നിട്ട് പേരില്ല, ആൽമണ്ട് വിളിക്കണൊക്കെ നല്ലത്, വിളിക്കാണ്ടിരിക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ സാമ്പിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഫുഡിൻ്റെ, നമുക്കതെടുത്ത് കഴിക്കാൻ പറ്റുന്ന. കണ്ടിട്ടൊരു സമോസയുടെ ഷേപ്പിലുള്ളൊരു സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചാറ്റ് മസാലയാണോ പുളിയാണോ എന്താണെന്നറിയില്ല. ഒടുക്കത്ത ഉപ്പും ഒടുക്കത്ത പുളിയായിരുന്നു. സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല. എന്തിനെടുത്തു എന്ന് വരെ തോന്നിപ്പോയി. നേരത്തെ അവിടെ ഒരു ഡബ്ബയ്ക്കകത്ത് 2 ഡബ്ബയിൽ ഇതുപോലെ അനാറിൻ്റെ മണികളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഈ ഒരെണ്ണം മതിയല്ലോ, അങ്ങനത്തെ ഒരു 4-5 എണ്ണം ഉണ്ടാക്കാമെന്ന്. ഒരു അനാറിൻ്റെ വലിപ്പമേ കാണണേ, പക്ഷേ ഇത്രയും പേരത്ത് ഇത് ആരത് മുഴുവൻ തിന്നാന്ന് വിചാരിച്ചത്. ഇത്തവണ ഞങ്ങളത് വാങ്ങിയില്ല. മത്തങ്ങ പോലെ ഇല്ലേ ഇവിടുത്തെ അനാറും. ഇവിടുത്തെ എല്ലാം ഭയങ്കര വലുതാട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം മാത്രമാണ് ഞാൻ ചൂസ് ചെയ്ത് വീഡിയോ എടുത്തേക്കണേ. ബാക്കി എല്ലായിടത്തേക്കൊന്നും എത്താനൊന്നും പറ്റിയില്ല. കുറച്ച് കഴിയുമ്പോൾ വിവേകൊക്കെ എത്തി. ഇനി ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ കുറേ അവിടെ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് പാപ്പാനി, കുറേ ബെല്ല്, അത് ഇത് നല്ല രസമാണ് ഇവിടെ ക്രിസ്മസിനെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുറത്ത് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ആ ഒരു ആഘോഷം എന്തായാലും കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നു കിട്ടി. നമ്മൾ വെയിറ്റ് ചെയ്യാണ് ക്രിസ്മസ് വരാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ എല്ലാം കൂടി തിന്നണേ? എവിടെ ഇവിടെ എവിടെയാ? ശരി. എങ്ങനെയുണ്ട്? ചൂട് എല്ലാരും ആയി നോക്കി. നല്ല ചൂടല്ലേ? വെജാണോ? എപ്പടി? സെയിം നോൺ വെജ് അല്ലാന്ന്. അങ്ങനെ അത്യാവശ്യം കിട്ടിയ സാമ്പിൾ ഫുഡ്സ് എല്ലാം നമ്മളെല്ലാവരും കൂടി കഴിച്ച് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം അവസാനിപ്പിച്ച് ബില്ലടിക്കാൻ നിൽക്കാം. ഇത്തവണ കുറച്ചധികം നട്ട്സും വാൾനട്ടും പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ചാകര തന്നെയായിരുന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റം എടുത്തു. അതിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കൊസോങ് എന്ന് പറഞ്ഞ സംഭവം, ക്രോയ്സൻറ്റ്, കൊസോങ് അങ്ങനെയൊക്കെ അതിന് പറയണം. അത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എക്സ്പയറി ഡേറ്റ് ആകെ 2 ദിവസം 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ബില്ലടിച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്കൊരു $1.50 നമുക്കൊരു ഹോട്ട് ഡോഗും, ചിലതിൽ പോർക്കായിരിക്കും, ചിലതിൽ ബീഫായിരിക്കും, ചിക്കൻ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഹോട്ട് ഡോഗ് കിട്ടും. പിന്നെ വലിയ 18 ഇഞ്ചാണെന്ന് തോന്നുന്നു, വലിയ പിസയൊക്കെ കിട്ടും. ഭയങ്കര ടേസ്റ്റാട്ടോ. എല്ലാം നല്ല ടേസ്റ്റുമാണ്, എന്നാൽ വലിയ റേറ്റും ഇല്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീം, സോണി പറഞ്ഞു അവൾക്ക് ഐസ്ക്രീം വേണമെന്ന്, അങ്ങനെ വാനില ചോക്ലേറ്റ് മിക്സ് ചെയ്തൊരു ഐസ്ക്രീം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവള് കഴിക്കാണ്ട് നിക്ക. ചോക്ലേറ്റ് അത്ര പോരാ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കോസ്കോന്ന് ആ ഉന്തുവണ്ടി മുഴുവൻ സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ 5 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ. 5 മണിയായപ്പോഴേക്കത്തേനും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഇനി എന്ത് വ്ളോഗ്സ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടരാ.